വെൽക്കം ടു കെംട്യൂബ്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി, ദ VSEPR തിയറി. ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമായിട്ട് എത്ര വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് ഉണ്ട്, അതിൽ എത്ര എണ്ണം ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, എത്ര എണ്ണം ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വെച്ച് പഠിച്ചത്. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വെച്ച് നമുക്കൊരു കെമിക്കൽ ബോണ്ടിങ്ങോ അതല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ദ മോളിക്യൂളോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന തിയറിയാണ് the Valence Shell Electron Pair Repulsion Theory. VSEPR theory helps to predict the shape of a molecule. ഇവിടെ നമ്മൾ കോവാലൻ്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂൾസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. വാലൻസ് ഷെൽ ഇലക്ട്രോൺസിൻ്റെ ഇടയ്ക്ക് ഒരു റിപ്പൽഷൻ ഉണ്ട്. ഈ റിപ്പൽഷനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ എന്നുള്ളത് ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്ത ആൾക്കാരാണ് സിഡ്വിക് ആൻഡ് മാക്സ്വെൽ. ഇതിന് ബേസിസിൽ അവർ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് VSEPR തിയറി. എല്ലാ തിയറിയുടെയും പോലെ VSEPR തിയറിക്കും കുറച്ച് പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോസ്റ്റുലേറ്റ്, ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് അറൌണ്ട് ദി സെൻട്രൽ ആറ്റം. ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിൽ നമ്മൾ ബോണ്ടഡ് ഇലക്ട്രോൺസിനെയും നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസിനെയും കാണിക്കാറുണ്ട് അല്ലേ. നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് ലോൺ പെയർ ഇലക്ട്രോൺസ്. അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോൺസ് ആണ് ലോൺ പെയർ ഇലക്ട്രോൺസ്. ഓക്കെ, ഇത് സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമായിട്ടാണ് നിൽക്കുന്നതെന്നാണ് VSEPR തിയറി പറയുന്നത്. ഈ വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് ആണ് ഏത് ഷേപ്പിലാണ് മോളിക്യൂൾ ഇരിക്കുന്നതെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ഒക്കെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ സെയിം ചാർജ് ആയതുകൊണ്ട് ഈ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ബോണ്ടഡ് ഇലക്ട്രോൺ പെയർസും റിപ്പൽ ചെയ്യും, നോൺ ബോണ്ടഡ് ഇലക്ട്രോൺ പെയർസും റിപ്പൽ ചെയ്യും. ഓക്കെ, സോ സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ദീസ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ഈച്ച് അതർ സിൻസ് ദേ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, ദെൻ തേർഡ് വൺ, ഇങ്ങനെ റിപ്പൽ ചെയ്യുന്ന ഈ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യണം? മാക്സിമം അകലത്തിൽ വേണം നമ്മൾ നിർത്താനായിട്ട്. ഇപ്പോൾ 2-3 പേര് ഭയങ്കര അടിയാണ്, കാണുമ്പോൾ തന്നെ അടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം അവരെ അകറ്റി നിർത്തും അല്ലേ. അവരെ അടുത്ത് വരാൻ അനുവദിക്കാതെ എന്ത് ചെയ്യും? മാക്സിമം അകറ്റി നിർത്തും. അപ്പോൾ അടി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ തേർഡ് പോസ്റ്റുലേറ്റ് എന്താണ്? ദീസ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് സ്റ്റേ അറ്റ് മാക്സിമം ഡിസ്റ്റൻസ് ഇൻ ഓർഡർ ടു മിനിമൈസ് ദി റിപ്പൽഷൻ. ഓക്കെ, ഇനി ഈ റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഈ വാലൻസ് ഷെല്ലിനെ ഒരു സ്ഫിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ സ്ഫിയർ ആയിട്ടുള്ള വാലൻസ് ഷെല്ലിൻ്റെ ആ സ്ഫെറിക്കൽ സർഫസിലായിട്ടാണ് ഈ വാലൻസ് ഷെൽ ഇലക്ട്രോൺസിനെ ലോക്കലൈസ് ചെയ്തിരിക്കുന്നത്. സോ ഫോർത്ത് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ദീസ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ആർ ലോക്കലൈസ്ഡ് അറൌണ്ട് ദി സ്ഫെറിക്കൽ സർഫസ് ഓഫ് ദി സെൻട്രൽ ആറ്റം. Valence shell is considered as a sphere and this valence shell electrons are localized around this spherical surface. Then fifth postulate. നമുക്കറിയാം കോവാലന്റ് ബോണ്ട്സിൽ സിംഗിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോൺ പെയർ, ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ പെയർസ്, ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺ പെയർസ്. ഇതിൽ ഏതായാലും സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ പെയർ ആയിട്ട്, സിംഗിൾ ഇലക്ട്രോൺ പെയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി മൾട്ടിപ്പിൾ ബോണ്ട്സ് ആണെങ്കിൽ കൂടി ഈ ഇലക്ട്രോൺ പെയർസിനെ ഒരു സിംഗിൾ പെയർ ആയിട്ട് അല്ലെങ്കിൽ സിംഗിൾ സൂപ്പർ പെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇൻ VSEPR തിയറി മൾട്ടിപ്പിൾ ബോണ്ട്സ് ആർ കൺസിഡർഡ് ആസ് എ സിംഗിൾ സൂപ്പർ പെയർ. ദെൻ നെക്സ്റ്റ് പോസ്റ്റുലേറ്റ്, നമുക്കറിയാം മോളിക്യൂൾസിന് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ. എത്ര റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ടോ ആ റെസൊണൻസ് സ്ട്രക്ചറിനൊക്കെ ഈ VSEPR തിയറി ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അതാണ് നെക്സ്റ്റ് പോസ്റ്റുലേറ്റ്. മോളിക്യൂൾസ് മേ ഹാവ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ്. VSEPR തിയറി ഈസ് അപ്ലിക്കബിൾ ടു ഓൾ റെസൊണൻസ് സ്ട്രക്ചേഴ്സ്. മാക്സ്വെൽ ആൻഡ് സിഡ്വിക് ആണ് VSEPR തിയറി പ്രൊപ്പോസ് ചെയ്തതെന്ന് പറഞ്ഞു.
പക്ഷെ അവർ ഇതിൽ ഈ ലോൺ പെയർ ബോണ്ട് പെയറിൻ്റെ ഡിഫറൻസോ അല്ലെങ്കിൽ ലോൺ പെയറിനും ബോണ്ട് പെയറിനും ഷേപ്പിൽ മോളിക്യൂളിൻ്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നതിലുള്ള ഒരു ഇമ്പോർട്ടൻസോ അവർ പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ ലോൺ പെയർ ബോണ്ട് പെയർ ഡിഫറൻസും അതിന് ഷേപ്പിൻ്റെ മുകളിലുള്ള ആ ഇമ്പോർട്ടൻസും എക്സ്പ്ലെയിൻ ചെയ്തത് നൈഹോം ആൻഡ് ഗില്ലസ്പി എന്ന് പറഞ്ഞിട്ടുള്ള 2 സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അവർ ഈ VSEPR തിയറി ഒന്ന് മോഡിഫൈ ചെയ്തു. ലോൺ പെയർ ബോണ്ട് പെയറിനെയൊക്കെ കൺസിഡർ ചെയ്ത് VSEPR തിയറി ഒന്ന് മോഡിഫൈ ചെയ്തു. സോ ലേറ്റർ VSEPR തിയറി വാസ് മോഡിഫൈഡ് ബൈ നൈഹോം ആൻഡ് ഗില്ലസ്പി. അവർ പറഞ്ഞു ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിൽ എന്തുണ്ട്? റിപ്പൽഷൻ ഉണ്ട്. ലോൺ പെയറും തമ്മിൽ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലും ബോണ്ട് പെയറും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ റിപ്പൽസീവ് ഇൻട്രാക്ഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ലോൺ പെയർ റിപ്പൽസീവ് ഇൻട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽസീവ് ഇൻട്രാക്ഷൻ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൽസീവ് ഇൻട്രാക്ഷൻ. നമുക്കറിയാം ഒരു പണിയില്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ് ലോൺ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പണിയില്ലാതെ നിൽക്കുന്ന 2 ആളുകളും തമ്മിൽ എന്താണ് അടികൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ലോൺ പെയർ തമ്മിലുള്ള റിപ്പൽസീവ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ്, ഹൈ റിപ്പൽസീവ് ഇൻട്രാക്ഷൻ ആണ്. ഇനി ഒരു പണിയില്ലാതെ നിൽക്കുന്ന ആളെ എന്ത് ചെയ്യും? പണി എടുക്കണ ഒരാളെ പോയിട്ടും ശല്യപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ലോൺ പെയർ ബോണ്ട് പെയർ ഇൻട്രാക്ഷൻ ആണ് നെക്സ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള റിപ്പൽസീവ് ഇൻട്രാക്ഷൻ. 2 പേര് എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്, പണി എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒന്നിനും സമയമില്ല, അടികൂടാനൊന്നും നേരമില്ല. അപ്പോൾ ബോണ്ട് പെയർ റിപ്പൽസീവ് ഇൻട്രാക്ഷൻ ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വീക്കാണ്. ഒരു മോളിക്യൂളിൽ ലോൺ പെയർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജോമെട്രി എക്സ്പെക്ട് ചെയ്യും. ബോണ്ട് പെയർ മാത്രമുള്ള സമയത്ത് ഒരു ജോമെട്രിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. പക്ഷെ അവിടെ ഒരു ലോൺ പെയർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജോമെട്രി മാറും. ലോൺ പെയേഴ്സ് ഒരു മോളിക്യൂളിൻ്റെ ആക്ച്വൽ ജോമെട്രി ഡിസ്റ്റോർട്ട് ചെയ്യും. ഓക്കെ, ലോൺ പെയർ ഡിസ്റ്റോർട്ട് ദി ആക്ച്വൽ ജോമെട്രി ഓഫ് എ മോളിക്യൂൾ. ഇനി VSEPR തിയറി വെച്ച് നമ്മൾ മോളിക്യൂൾസിൻ്റെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോളിക്യൂൾസിനെ 2 ക്ലാസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് വിച്ച് ഹാവ് ലോൺ പെയർ ഇലക്ട്രോൺസ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസ് വിച്ച് ഡു നോട്ട് ഹാവ് ലോൺ പെയർ ഇലക്ട്രോൺസ്. ലോൺ പെയർ ഉള്ള മോളിക്യൂൾസും ലോൺ പെയർ ഇലക്ട്രോൺസ് ഇല്ലാത്ത മോളിക്യൂളും. അപ്പോൾ നമുക്ക് ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ നോക്കാം. ലോൺ പെയർ ഇല്ലാത്ത മോളിക്യൂൾസിൻ്റെ കേസ് ആദ്യം നോക്കാം. രണ്ടാമത് ലോൺ പെയർ ഉള്ള മോളിക്യൂൾസ് കൺസിഡർ ചെയ്യാം. ആദ്യം നമ്മൾ മോളിക്യൂൾ വിത്തൗട്ട് ലോൺ പെയർ അതിൻ്റെ ഷേപ്പാണ് നോക്കുന്നത്. ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഹാസ് നോ ലോൺ പെയർ. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് AB2 ടൈപ്പാണ്. AB2 ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ബോണ്ട് പെയർ ആണുള്ളത്. ലോൺ പെയർ ഇല്ല, 2 ബോണ്ട് പെയർ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. എ കണക്ട് ചെയ്തിട്ട് 2 B. ഓക്കെ, ABB ഈ ഒരു ഷേപ്പിലാണ് ഇത് വരുന്നത്. ഓക്കെ, അതായത് ഇങ്ങനൊരു ഷേപ്പാണ് വരുന്നത്. ഇത് A, ഇത് B, ഇത് B. ഓക്കെ, ABB ഇങ്ങനൊരു ഷേപ്പാണ്. ഇവിടുത്തെ ബോണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ബോണ്ട് ആംഗിൾ 180 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്. ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. ഓക്കെ, ഈ ഒരു ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ ഷേപ്പ്. ഓക്കെ, ദിസ് ഷേപ്പ് ഈസ് നോൺ ആസ് ലീനിയർ ഷേപ്പ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ പെയേഴ്സ് വാലൻസ് ഷെല്ലിലുള്ളതാണ് നോർമലി ഇങ്ങനത്തെ ഒരു ഷേപ്പ് കാണിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറിലിയം BeCl2. ബെറിലിയത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 2 ഇലക്ട്രോൺസും ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് 2 ബോണ്ട് പെയേഴ്സ് ഉണ്ടാവും. ഓക്കെ, ലോൺ പെയർ ഇല്ല. സെക്കൻഡ് വൺ AB3 ടൈപ്പ്. AB3 ടൈപ്പ് അതായത് 3 ബോണ്ട് പെയേഴ്സ് ഉള്ളതാണ്. 3 ബോണ്ട് പെയേഴ്സ്, ലോൺ പെയർ ഇല്ല, 3 ബോണ്ട് പെയേഴ്സ് ഉള്ള ടൈപ്പ്. ഇവിടുത്തെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. B ഈ ഒരു ഷേപ്പ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ABB. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി. ഓക്കെ,
ഈ ഒരു ഷേപ്പിലാണ് 120 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നത്. ഈ ഒരു ഷേപ്പിനെ പറയുന്ന പേരാണ് ട്രൈഗണൽ പ്ലാനാർ. ട്രൈഗണൽ പ്ലാനാർ. നോർമലി ഈ ഒരു ഷേപ്പ് കാണിക്കുന്നത് വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉള്ള എലമെന്റ്സ് ആണ്. വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉള്ള എലമെന്റ്സിന് എക്സാമ്പിൾ ആണ് BCl3, BF3. ബോറോൺ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉള്ളതാണ്. ഈ 3 ഇലക്ട്രോൺസ് ക്ലോറിനുമായിട്ട് ബോണ്ട് ഫോർമേഷന് യൂസ് ചെയ്യും, ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ഫോർമേഷനിൽ യൂസ് ചെയ്യും. സോ ഇവിടെ 3 ബോണ്ട് പെയർ ആണ് ഫോം ചെയ്യുന്നത്, ലോൺ പെയർസ് ഇല്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ AB3 ടൈപ്പ് ട്രൈഗണൽ പ്ലാനാർ. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ AB4 ടൈപ്പ്. അപ്പോൾ A, B, 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 B. ഓക്കെ, ഇതാണ് AB4 ടൈപ്പിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത് AB4 ടൈപ്പിൻ്റെ ഷേപ്പ്. ഓക്കെ, ഈ ഒരു ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെട്രാഹീഡ്രൽ ഷേപ്പ്. ടെട്രാഹീഡ്രൽ ഷേപ്പ്. ടെട്രാഹീഡ്രൽ ഷേപ്പ്. ഓക്കെ, ഈ ഒരു ഷേപ്പിൽ ഓരോ ആംഗിളും 109.5 ഡിഗ്രിയാണ്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉള്ള എലമെന്റ്സ് ആണ് ഇങ്ങനത്തെ മോളിക്യൂൾസ് ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ കാർബൺ. വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ്. 14th ഗ്രൂപ്പ് എലമെന്റ് ആണ്. അപ്പോൾ 4 ഇലക്ട്രോൺസ് ഇൻ കാർബൺ 4 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് 4 ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ഫോം ചെയ്യും. ഓക്കെ, AB4 type tetrahedral shape. Next is AB5 type. AB5 ടൈപ്പിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A, B, 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 B. ഈ ഒരു ഷേപ്പാണ് വരുന്നത്. AB5 ടൈപ്പിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ? AB5 ടൈപ്പ്. ഇവിടെ 2 എണ്ണം, മുകളിലും താഴെ ഓരോന്ന്, ദെൻ ഈ സൈഡിലേക്ക് ഒരെണ്ണം. ഓക്കെ, AB5 ടൈപ്പ്. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോണ്ടിൻ്റെ ആംഗിൾ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി. ഓക്കെ, ദെൻ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഡിഗ്രിയാണ്. ഓക്കെ, ഇവിടുത്തെ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇവിടുന്ന് ഇതുവരെയുള്ള ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയാണ്. ഓക്കെ, ഇതാണ് ഷേപ്പ് വരുന്നത്. ഓക്കെ, this shape is known as Trigonal Bi-Pyramidal. This shape is known as Trigonal Bi-Pyramidal. Pyramidal. Trigonal Bi-Pyramidal shape. Okay, ഇതിന് എക്സാമ്പിൾ എന്തായിരിക്കും? അപ്പോൾ 5 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിൽ വരുന്നതാണ് ഇത്. ഈ ഒരു ഷേപ്പ് കാണിക്കുന്ന ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ് AB5 ടൈപ്പ് 5 വാലൻസ് ഇലക്ട്രോൺസ് വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ PCl5. ഫോസ്ഫറസിന് 5 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിലുള്ളത്. ഈ 5 ഇലക്ട്രോൺസ് ക്ലോറിനുമായിട്ട് ബോണ്ട് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ 5 ബോണ്ട് പെയർസ് ഫോം ചെയ്യും. ഷേപ്പ് വരുന്നത് ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് AB6 ടൈപ്പ്. AB6 ടൈപ്പ് എന്ന് പറയുമ്പോൾ A, ഇങ്ങനെ ഒരു ഷേപ്പ് വരുന്നത്. A, B, 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 B. ഓക്കെ, ഇതാണ് ഷേപ്പ് എന്ന് പറയുന്നത്. ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ, ദെൻ മുകളിലും താഴെയായിട്ട്. ഓക്കെ, ഈ ഷേപ്പിനെയാണ് ഒക്ടാഹീഡ്രൽ ഷേപ്പ് എന്നാണ് ഈ ഷേപ്പിനെ പറയുന്നത്. ഒക്ടാഹീഡ്രൽ ഷേപ്പ്. ദിസ് ഷേപ്പ് ഈസ് നോൺ ആസ് ഒക്ടാഹീഡ്രൽ ഷേപ്പ്. ഓക്കെ, octahedral shape. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. octahedral shape. നോർമലി 6 വാലൻസ് ഇലക്ട്രോൺസ് വരുന്നതാണ് ഈ ഒരു ഷേപ്പ് കാണിക്കുന്നത്. 6 വാലൻസ് ഇലക്ട്രോൺസ് വരുന്നതിന് എക്സാമ്പിൾ എന്താണ്? ഓക്സിജൻ, സൾഫർ, സെലീനിയം ഒക്കെ 6 വാലൻസ് ഇലക്ട്രോൺസ് വരുന്നതാണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ SF6 എടുക്കാം. സൾഫറിന് 6 ഇലക്ട്രോൺസ് ആണ്. ഇത് 6 ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ഫോർമേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ 6 ബോണ്ട് പെയർസ് വരും, ലോൺ പെയർ ഇല്ല.
അപ്പോൾ AB6 ടൈപ്പിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒക്ടാഹീഡ്രൽ ഷേപ്പ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മോളിക്യൂൾ വിത്ത് ലോൺ പെയർ ആണ്. ഇത്രയും നേരം മോളിക്യൂളിൽ ലോൺ പെയർ ഇല്ലാത്തതിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനി നമ്മൾ മോളിക്യൂൾ വിത്ത് ലോൺ പെയർ ആണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB2E. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് AB2L എന്നും എഴുതാം. ഈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോൺ പെയർ ആണ്. AB2L കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണമെങ്കിൽ AB2L എന്ന് എഴുതാം, ലോൺ പെയർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഈ ബി എന്ന് പറയുന്നത് ബോണ്ട് പെയറിനെയും ഇ എന്ന് പറയുന്നത് ലോൺ പെയറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 പെയേഴ്സ് ഉണ്ട്, 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് AB3 ടൈപ്പാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് AB3 ടൈപ്പാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ AB3യുടെ ഷേപ്പ് എങ്ങനെയായിരുന്നു? A, then B, ഇവിടെ ഒരെണ്ണം അല്ലേ, ഇവിടെ ഒരെണ്ണമായിരുന്നു AB3യുടെ ഷേപ്പ് ഉണ്ടായിരുന്നത്. ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഷേപ്പ് വന്നത്. ഈ ഒരെണ്ണത്തിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? ഈ ഒരെണ്ണത്തിൻ്റെ സ്ഥാനത്ത് ഒരു ലോൺ പെയർ വരും. അപ്പോൾ ലോൺ പെയർ വരുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്തായി? ഈ ഒരു ഷേപ്പായി. ഒന്നില്ലെങ്കിൽ നമുക്കിതിനെ V ഷേപ്പ് എന്ന് വിളിക്കാം, ഈ ഒരു ഷേപ്പ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ നമുക്കിതിനെ V ഷേപ്പ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്കിതിനെ എന്ത് വിളിക്കാം? ബെൻഡ് ഷേപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ V ഷേപ്പ്. അപ്പോൾ AB2E എന്നുള്ളതിന് അപ്പോൾ AB2E എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ ഷേപ്പ് ബെൻഡ് ഷേപ്പാണ്. ഈ AB2Eക്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O3 ഓസോൺ എക്സാമ്പിളാണ്, SO2 എക്സാമ്പിളാണ്. ഓക്കെ, അടുത്തത് AB2E2. AB2E2 എന്ന് പറയുമ്പോൾ AB2 അതായത് 2 ബോണ്ട് പെയറും E2 2 ലോൺ പെയർ വരുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB4ൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കാരണം AB4ൽ 4 ബോണ്ട് പെയർ ആയിരുന്നു. അതിലെ 2 ബോണ്ട് പെയറിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് വരുന്നത്? 2 ലോൺ പെയർ. അപ്പോൾ AB4ൻ്റെ ഷേപ്പ് എന്തായിരുന്നു? A, then 1 2, ഇവിടെ ഒരു ബോണ്ട് പെയർ ഉണ്ടായിരുന്നു. കൂടാതെ എന്താണ്? ഇവിടെ ഒരു ബോണ്ട് പെയർ ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നില്ലേ AB4ൻ്റെ ഷേപ്പ് വന്നിരുന്നത്? ടെട്രാഹീഡ്രൽ ഷേപ്പ്. അതിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ഥാനത്ത് എന്ത് വരും? ഈ 2 ബോണ്ട് പെയർസിൻ്റെ സ്ഥാനത്ത് ഇവിടെ ബോണ്ട് ഇല്ല, പകരം എന്താണ്? ഈ ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ലോൺ പെയർ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഈ ഷേപ്പിനെയും നമ്മൾ എന്താണ് വിളിക്കുന്നത്? ബെൻഡ് ഷേപ്പ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് വരും? 2 ബോണ്ട് പെയറിന് 2 ഇലക്ട്രോൺസും 2 ലോൺ പെയർ ആണ്. 2 ലോൺ പെയർ എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺസ് വരും? 4 ഇലക്ട്രോൺസ് വരും. ഓക്കെ, അപ്പോൾ 4 ഇലക്ട്രോൺസ് പ്ലസ് 2 ഇലക്ട്രോൺസ്. സെൻട്രൽ ആറ്റത്തിന് 6 ഇലക്ട്രോൺസ് വരുന്നതാണ് ഇതിന് എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ പറയാം. ഇവിടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2O ആണ്, H2O. ഓക്കെ, അപ്പോൾ ഓക്സിജന് ഇവിടെ എന്താണ്? 1 2 2 ഇലക്ട്രോൺസ് ബോണ്ട് പെയർ ഉണ്ടാക്കാൻ വേണ്ടി പോയി. അപ്പോൾ AB2. ഓക്കെ, 2 ബോണ്ട് പെയർസ് ഫോം ചെയ്തു. ബാക്കി എത്ര ഇലക്ട്രോൺസ് ഇവിടെ ലോൺ പെയർ ആയിട്ടുണ്ട്? ലോൺ പെയർ ആയിട്ട് ഇവിടെ 2 4. ഓക്കെ, 1 2 3 4 ഇലക്ട്രോൺസ്. അതിൽ ഈ 2 ഇലക്ട്രോൺസ് എന്താണ്? ഒരു ലോൺ പെയർ. ഈ 2 ഇലക്ട്രോൺസ് രണ്ടാമത്തെ ലോൺ പെയർ. അപ്പോൾ 2 ലോൺ പെയറും 2 ബോണ്ട് പെയറും. എക്സാമ്പിൾ H2O. AB2E2 ടൈപ്പിന് എക്സാമ്പിൾ H2O. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബെൻഡ് ഷേപ്പ്. അടുത്തത് AB3E. ഇതും എന്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്? AB4ൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ലേ? AB4ൽ 3 ബോണ്ട് പെയറിന് പോയി, 1 ലോൺ പെയർ ആയിട്ട് പോയി. ഓക്കെ, AB4 ആണെങ്കിൽ ടെട്രാഹീഡ്രൽ ഷേപ്പ് ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ അതിൽ 1 പോയിട്ട് ലോൺ പെയർ ആയപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്താണ്? ഡിസ്റ്റോർട്ടഡ് ആവും. അത് ഏത് ഷേപ്പാണെന്ന് നമുക്ക് നോക്കാം. A, B, B, B. ഓക്കെ, AB4 ആണെങ്കിൽ ഇതായിരുന്നു ഷേപ്പ് കിട്ടേണ്ടിയിരുന്നത്, ടെട്രാഹീഡ്രൽ ഷേപ്പ് അല്ലേ? ഇങ്ങനെയായിരുന്നു ഷേപ്പ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ ഇതിലെന്താണ്? ഈ 1 ലോൺ പെയർ ആയിട്ട് പോയി. ഈ ഒരു സ്ഥാനത്ത് എന്താണ് വരുന്നത്? ലോൺ പെയർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പിനെ പറയുന്ന പേരാണ് ട്രൈഗണൽ പിരമിഡൽ ഷേപ്പ്. ട്രൈഗണൽ പിരമിഡൽ, ട്രൈഗണൽ പിരമിഡൽ ഷേപ്പ്. അതായത് ഇതെന്താ? ഒരു പിരമിഡ് പോലെ നിൽക്കും. ഓക്കെ, ട്രൈഗണൽ പിരമിഡൽ ഷേപ്പ്.
ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ഇലക്ട്രോൺ വരും, 3 ബോണ്ട് പെയർ ഫോം ചെയ്യുന്നിടത്ത്. ഇവിടെ എന്താണ് 2 ഇലക്ട്രോൺ വരും. അപ്പോൾ ടോട്ടൽ 5 വാലൻസ് ഇലക്ട്രോൺസ് വരുന്ന ആറ്റംസ് അല്ലെങ്കിൽ എലമെന്റ്സ് ആണ് ഈ ഒരു ടൈപ്പ് മോളിക്യൂളിൽ ഈ ട്രൈഗണൽ പിരമിഡൽ ഷേപ്പ് കാണിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ NH3. NH3 എന്താണ്? ഇവിടെ ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ. അപ്പോൾ 3 ബോണ്ട് പെയർ ആയില്ലേ? 3 ബോണ്ട് പെയർസ്. ദെൻ 2 ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ നിൽക്കുമ്പോൾ 1 2 3 4 5 ഇലക്ട്രോൺസ്. ഓക്കെ, ഇത് ലോൺ പെയർ, ബാക്കി 3 ബോണ്ട് പെയർ ഫോർമേഷന് പോയി. സോ AB3E ടൈപ്പ് ഷേപ്പ് ട്രൈഗണൽ പിരമിഡൽ. നെക്സ്റ്റ് ഈസ് AB3E2 ടൈപ്പ്. അപ്പോൾ ഇവിടെ ടോട്ടൽ എന്തുപോലെയാണ് വരേണ്ടത്? AB3E2 എന്ന് പറയുമ്പോൾ 3 ബോണ്ട് പെയർ 2 ലോൺ പെയർ. അപ്പോൾ ഇത് AB5 പോലെയാണ് വരേണ്ടിയിരുന്നത്. പക്ഷെ ലോൺ പെയർ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ജോമെട്രി ഡിസ്റ്റോർട്ടഡ് ആവും. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് വരുന്നതെന്ന്. ദെൻ AB3E2. AB5 ആണെങ്കിൽ ഷേപ്പ് എന്താണ്? ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പാണ്. അതായത് ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 1 2 ദെൻ ഇവിടെ എന്തുണ്ട്? ഇവിടെയും ബോണ്ടാണ് വരേണ്ടിയിരുന്നത്. ഓക്കെ, 1 2 ഈ ബോണ്ടാണ് വരേണ്ടിയിരുന്നത്. ഇതാണ് ട്രൈഗണൽ ബൈപിരമിഡലിൻ്റെ ഷേപ്പ്. ഓക്കെ, അതിൽ 2 ഈ 2 എന്തായിട്ട് പോയി? ലോൺ പെയർ ആയിട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഷേപ്പാണ്? ഇത് നോക്ക്, ഇവിടുന്ന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് ഷേപ്പാണ് കിട്ടുക? ഈ ഷേപ്പ് എന്താണ്? ടി ഷേപ്പ്. ഓക്കെ, അപ്പോൾ AB3E2ൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ടി ഷേപ്പാണ്. ഓക്കെ, ഇനി ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ബോണ്ട് പെയർ ഇലക്ട്രോൺസും ലോൺ പെയർ ആണ്. അപ്പോൾ ലോൺ പെയർ എന്ന് പറയുമ്പോൾ 2 പെയർ ഉണ്ട്. ആ 2 പെയറിലും കൂടി 4 ഇലക്ട്രോൺസ്. അപ്പോൾ 7 ഇലക്ട്രോൺസ് ഉള്ള എലമെൻറ്റ്സ് ആണ്. വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉള്ള എലമെൻറ്റ്സ് ആണ് നോർമലി ടി ഷേപ്പ് കാണിക്കുന്നത്. AB3E2 ടൈപ്പ് മോളിക്യൂൾ ടി ഷേപ്പ് കാണിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ClF3 എടുക്കാം. ക്ലോറിന് 7 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അതിൽ 3 ഇലക്ട്രോൺസ് എന്തിനു പോയി? ബോണ്ട് പെയർ ഫോർമേഷനായിട്ട് പോയി. ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. അതെന്തായിട്ട് നിന്നു? 2 ലോൺ പെയേഴ്സ് ആയിട്ട് നിന്നു. നെക്സ്റ്റ് ഈസ് AB4E. ഇതും എന്ത് പോലെയാണ് വരേണ്ടിയിരുന്നത്? AB5 പോലെയാണ് അല്ലേ? 4 + 1 5. 4 ബോണ്ട് പെയർ 1 ലോൺ പെയർ. ഓക്കെ, AB5 ടൈപ്പാണ് ഇത് വരേണ്ടിയിരുന്നത്. പക്ഷെ ലോൺ പെയർ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ജോമെട്രി ഡിസ്റ്റോർട്ടഡ് ആവും. എന്ത് ഷേപ്പാണ് വരിക എന്ന് നമുക്ക് നോക്കാം. AB5 ആണെങ്കിൽ നമുക്കറിയാം എന്ത് ഷേപ്പാണ് വരുന്നത്? ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പാണ് വരുന്നത്. 1 ഇങ്ങനെയാണ് ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ് അല്ലേ? ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇവിടുത്തെ ഈ ബോണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. ഇവിടുത്തെ ഇലക്ട്രോൺസ് എന്തായിട്ടാണ് നിൽക്കുന്നത്? ലോൺ പെയർ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ലോൺ പെയർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഷേപ്പിനെ നമുക്ക് ഒന്നില്ലെങ്കിൽ കെ ഷേപ്പ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഇതിനെ നോർമലി പറയുന്നത് സീസോ ഷേപ്പ് എന്നാണ്. സീസോ ഷേപ്പ്. ഓക്കെ, ദിസ് ഷേപ്പ് ഈസ് നോൺ ആസ് സീസോ ഷേപ്പ്. AB4E ടൈപ്പ് കാണിക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് സീസോ ഷേപ്പ്. ഇനി ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇവിടെ 4 ഇലക്ട്രോൺസ് അല്ലേ? ഒരു ലോൺ പെയർ ഉണ്ട്. ഒരു ലോൺ പെയർ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ്. അപ്പോൾ 6 ഇലക്ട്രോൺസ് ഉള്ളതാണ് നോർമലി ഈ ഒരു ഷേപ്പ് കാണിക്കുന്നത്. ഇവിടുത്തെ എക്സാമ്പിൾ SF4. അടുത്തത് AB4E2 ടൈപ്പ്. ഇത് എന്തിന് സിമിലർ ആണ്? AB6ന് സിമിലർ ആണ് അല്ലേ? 4 ബോണ്ട് പെയർ 2 ലോൺ പെയർ. ഓക്കെ, AB6ലെ 4 ബോണ്ട് പെയർ ആയിട്ട് നിന്നു. പക്ഷെ 2 എന്തായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്? ലോൺ പെയർ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഷേപ്പ് എന്താണ് വരിക? AB6 ആണെങ്കിൽ ഷേപ്പ് എന്താണെന്ന് നമുക്കറിയാം. ഷേപ്പ് എന്താ വരിക? ഒക്ടാഹീഡ്രൽ ആണ്. പക്ഷെ ഇവിടുത്തെ 2 ലോൺ പെയർ ആയിട്ട് പോയതുകൊണ്ട് ഇവിടെ എന്താ ഷേപ്പ് വരിക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെയായിരുന്നു ഒക്ടാഹീഡ്രൽ ഷേപ്പ് അല്ലേ? ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 2 സ്ഥാനത്ത് ഇവിടെ ബോണ്ട് ഇല്ല. പകരം എന്താണ് വന്നത്? ഇവിടെ ഒരു ലോൺ പെയർ വന്നു, ഇവിടെയും ഒരു ലോൺ പെയർ വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. ഈ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്വയർ പ്ലാനാർ ഷേപ്പ്. സ്ക്വയർ പ്ലാനാർ ഷേപ്പ്. ഓക്കെ, ഇനി
ഇത് ഏത് തരം എലമെന്റ്സ് ആണ് ഇങ്ങനത്തെ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഷേപ്പ് കാണിക്കുന്നത്? ഇവിടെ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ദെൻ 2 ലോൺ പെയർ ആയിട്ടാണ് നിൽക്കുന്നത്. 2 ലോൺ പെയർ എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയാണ്? 4 ഇലക്ട്രോൺസ്. അപ്പോൾ 8 ഇലക്ട്രോൺസ് ഉള്ളതാണ് നോർമലി ഈ ഒരു ഷേപ്പ് കാണിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XCF4. ഓക്കെ, സിനോൺ എന്ന് പറയുമ്പോൾ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 4 ബോണ്ട് പെയർ ഫോർമേഷന് പോയി. ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. 4 ഇലക്ട്രോൺസ് എന്തായിട്ടാണ് നിൽക്കുന്നത്? 2 ലോൺ പെയർ ആയിട്ടാണ് നിൽക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ AB5E ടൈപ്പ്. ഇതും എന്തിനോട് സിമിലർ ആണ്? AB6നോട് സിമിലർ ആണ്. AB6ലെ 5 എണ്ണം എന്തായിട്ട് തന്നെ നിൽക്കുകയാണ്? ബോണ്ട് പെയർ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഒരെണ്ണം എന്തായിട്ട് പോയി? ലോൺ പെയർ ആയിട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5, പിന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ട് അല്ലേ? ഈ ഒരെണ്ണം എന്തായിട്ട് പോയി? ലോൺ പെയർ ആയിട്ട് പോയി. ഒക്ടാഹീഡ്രൽ ഷേപ്പാണ് കിട്ടേണ്ടിയിരുന്നത്, പക്ഷെ ഇവിടുത്തെ എന്താണ്? ഒരെണ്ണം ലോൺ പെയർ ആയിട്ട് പോയത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പാണ് വരുന്നത്. ഈ ഒരു ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ പിരമിഡൽ ഷേപ്പ്. സ്ക്വയർ പിരമിഡൽ ഷേപ്പ്. സ്ക്വയർ പിരമിഡൽ ഷേപ്പ്. ഇനി ഏത് എലമെന്റ് ആണ് ഇങ്ങനത്തെ മോളിക്യൂൾ ഫോം ചെയ്യുക? ഇങ്ങനത്തെ ഷേപ്പ് ഏത് മോളിക്യൂളാണ് കാണിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 5 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ഒരു ലോൺ പെയർ ഉണ്ട്. ഒരു ലോൺ പെയർ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് വരും. അപ്പോൾ 7 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിലുള്ള എലമെന്റ്സ് ആണ് ഇത്തരത്തിലുള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഈ കോമ്പൗണ്ടിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡൽ ഷേപ്പാണ് വരുന്നത്. 7 ഇലക്ട്രോൺസ് ഉള്ളതിന് എക്സാമ്പിൾ ഹാലജൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് BrF5 എടുക്കാം. BrF5. ബ്രോമിൻ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 5 ബോണ്ട് പെയർ ആയിട്ട് പോയി. ബാക്കി 2 ഇലക്ട്രോൺസ് എന്തായിട്ട് നിന്നു? 1 ലോൺ പെയർ ആയിട്ട് നിന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ. മോളിക്യൂൾസ് വിത്ത് ലോൺ പെയറും മോളിക്യൂൾസ് വിത്തൗട്ട് ലോൺ പെയറിൻ്റെയും ഷേപ്പ്.